യഹോവയ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകി. പ്രതികൂല കാലാവസ്ഥയിലും ഇന്ന് ഞങ്ങളെ അനുകൂലമായ രീതിയിൽ ഈ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ച വചനം അവിടുത്തേതാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും അവിടുത്തെയാണ്. ഞങ്ങൾക്ക് ആവശ്യമായത് വിളമ്പുവാൻ തക്കവണ്ണം ഈ ബലഹീനദാസനായ അടിയിലൂടെ സഹായിക്കണമേ. രക്തത്തിന്റെ മറവിൽ അടിയനെ മറയ്ക്കണമേ, ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രേശു കർത്താവിൻ നാമത്തിൽ തന്നെ. നമ്മള് കഴിഞ്ഞ ആഴ്ചയില് നരകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ചതായ വചനം തന്നെ കർത്താവ് ദൈവം പറയുകയാണ്, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു. എന്താ? സ്വർഗം എന്റെ സിംഹാസനമാണ്. അപ്പൊ നോക്കിക്കോണേ, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനമാണ് സ്വർഗം. എന്നിട്ട് പറയുകയാണ്, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ ഭൂമി, നമ്മളിരിക്കുന്ന ഈ ഭവനം, നമ്മളിരിക്കുന്ന ഈ തറ, അവിടെയാണ് കർത്താവിന്റെ പാദപീഠം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദൂതന്മാരിറങ്ങി വരും. ദൈവത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ യേശു കർത്താവ് ഇറങ്ങി വരും. ആമേൻ. വിടുതലുമായി ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്വർഗം എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ അടുത്ത ആഴ്ചയിൽ ഈ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് സ്വർഗം ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ സങ്കീർത്തനം 48 1 2 വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനം 48 1 2 വാക്യങ്ങൾ മൈക്കൊണ്ട് പറയുക. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാകുന്നു. ഈ ഭാഗം സ്വർഗത്തിന്റെ ഒരു പതിപ്പായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്താണ്? യെരുശലേമിനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചപ്പോൾ, അതായത് ദൈവം വസിക്കുന്ന ദേവാലയവും ദൈവം വസിക്കുന്ന സ്ഥലവുമായ യെരുശലേമിൽ നിന്ന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ ആത്മാവിൽ രചിച്ച മനോഹരമായൊരു പാടിയ സങ്കീർത്തനമാണ് 48 സങ്കീർത്തനം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ പ്രൈസ് ദി ലോർഡ്. യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ ആ യെരുശലേമിൽ കർത്താവ് 1000 വർഷം വാസം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വർഗാദി സ്വർഗമാണെങ്കിൽ ഭൂമിയിൽ ദൈവം ഒരു യെരുശലേം പണിയും. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഒരു യെരുശലേമില് കർത്താവ് വസിക്കുമെന്ന്, 1000 വർഷം ഭൂമിയിൽ വസിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സ്വർഗത്തിന്റെ ഒരു ഭാഗം മാത്രം. കർത്താവിനെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവർക്ക് കർത്താവിനോടുകൂടി വസിക്കുവാൻ പുതിയ യെരുശലേമിൽ ഒരു അവസരം മാത്രമായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അടുത്ത ആഴ്ചയില് സ്വർഗം എവിടെയാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് യോഹന്നാൻ 4:2 വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 14:2. യോഹന്നാൻ 14:2. യോഹന്നാൻ 14:2. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി
നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വിരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര പ്രത്യാശയുള്ളൊരു വചനമാ പ്രിയപ്പെട്ടവരെ. ഇത് പറഞ്ഞതാരാ? നമ്മുടെ യേശു തമ്പുരാൻ തന്നെയാ, നമ്മുടെ കർത്താവ് തന്നെയാ. നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ രക്ഷിച്ച, ആമേൻ, വീണ്ടും വരാമെന്ന് പറഞ്ഞ കർത്താവ് പറയുകയാ, നിങ്ങൾക്കായി ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാ, നിങ്ങൾക്കായി ഞാൻ ഭവനമൊരുക്കുവാൻ പോകുകയാ. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സ്വർഗമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓർക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറിവാക്യമായിട്ട് എടുത്ത് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ വാക്യമാണ്. എന്താ? എപ്പോഴും നിങ്ങള് നമ്മുടെ പ്രാർത്ഥനാക്രമത്തിൽ പറഞ്ഞൊരു വാക്യമാണ്. എപ്പോഴും നിങ്ങൾ 4 കാര്യം ഓർക്കണം. ഒന്ന്, നിനക്കൊരു മരണമുണ്ട്. അത് വ്യക്തിപരമായി ഓർക്കാൻ പറഞ്ഞിരിക്കുക. നിനക്കൊരു മരണമുണ്ട്, നിനക്കൊരു ന്യായവിധിയുണ്ട്. അത് മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ന്യായവിധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എന്നാൽ വീണ്ടും പറയുകയാണ്, നിന്റെ മുൻപിൽ 2 ആമേൻ വഴികളേ ഉള്ളൂ. ഒന്ന് സ്വർഗവും ഒന്ന് നരകവുമാണ്. അപ്പൊ നരകത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിപ്പാനിടയായി. കഴിഞ്ഞ ആഴ്ചയില് ഈ ഫേസ്ബുക്കിലൂടെ കാണുന്നവർക്ക് അത് വീണ്ടും കേൾക്കുവാനായിട്ട് കഴിയും, എന്താണ് നരകമെന്ന്. എന്നാൽ ഇന്ന് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് സ്വർഗാദി സ്വർഗമാണ്. ദൈവവും കോടാനുകോടി ദൂതന്മാരും വസിക്കുന്ന ആ സ്വർഗാദി സ്വർഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടേക്ക് നിങ്ങളെ ഞാൻ ചേർക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗം ഒരു അനുഭവമാണെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 14:17 പറയുന്നു, സ്വർഗം ഒരു അനുഭവമാണ്. എന്താ? ദൈവം അവിടെ പറയുന്നു, ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. അപ്പൊ നോക്കിയേ, സ്വർഗം ഒരു അനുഭവമാണ്. സ്വർഗം ഒരു ഭവനമാണെങ്കിൽ സ്വർഗം ഒരു അനുഭവമാണെന്ന് ഇവിടെ പറയുകയാണ്. അവിടെ പറഞ്ഞ ഒന്ന് വായിച്ചാട്ട് 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തിന്റെ ഒരു ചെറിയ അംശം ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞെങ്കിലേ സ്വർഗത്തിൽ ഈ ആത്മാവിന്റെ സന്തോഷം നമുക്ക് അനുഭവിപ്പാൻ കഴിയുകയുള്ളെന്ന് വിശുദ്ധ വേദപുസ്തകത്തില് ആമേൻ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും. നമുക്കറിയാം, ഇന്നത്തെ മനുഷ്യര് ഭക്ഷണത്തിലും പാനീയത്തിലും സന്തോഷിക്കുന്നവരാ, അല്ലേ? എന്തോര് ഭക്ഷണം കഴിച്ചാലും തൃപ്തിയാകാത്ത മനുഷ്യരാ. ഈ കാലഘട്ടം വരുമ്പോൾ ദൈവത്തിന്റെ വരവാകുമെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, ഒരു കല്യാണത്തിന് പോയാൽ അല്ലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയാൽ എത്ര കൂട്ടം ആമേൻ ഭക്ഷണങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അന്ത്യകാലമാണെന്ന് ഓർത്തോണം. ഇവിടെ പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണമല്ല, ഞാനും നിങ്ങളും കുടിക്കുന്ന പാനീയമല്ല, പിന്നെന്താ? നീതിയാണ്. അത് ദൈവം പറഞ്ഞിരിക്കുന്ന നീതിയാ. എന്താണ്? ആമേൻ, യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തി പിതാവിന്റെ അടുക്കിലേക്ക് പോയത് അത് ദൈവത്തിന്റെ നീതിയാണ്. അപ്പൊ നീതിയും സമാധാനവുമാ. അപ്പൊ ആ സമാധാനം എങ്ങനെയാ? ഒരു വിശ്വാസിക്ക് മാത്രമേ ഈ സമാധാനം ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ നീതി നടപ്പാക്കുമ്പോൾ, നമുക്ക് അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സ്വർഗം എന്താ? ഒരു അനുഭവമാണ്. നമ്മൾ കണ്ടു, സ്വർഗം ഒരു സ്ഥലമാണ്, അത് ഒരു നഗരമാണ്. ആമേൻ, നമുക്കായി സ്ഥലമൊരുക്കുകയാണ് എന്ന് നമ്മൾ കാണുവാനിടയായി. അങ്ങനെ രണ്ടാമത് നമ്മൾ കണ്ടത് അതൊരു അനുഭവമാണ്.
അനുഭവിച്ചിട്ടുള്ളവർ ഹല്ലേലൂയ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗം ഒരു സന്തോഷത്തിന്റെ അനുഭവമാണ്, സമാധാനത്തിന്റെ അനുഭവമാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ എന്തെല്ലാം നിങ്ങൾ നേടിയാലും, സർവ്വലോകം നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നുവെങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം? ദിവസം പറയുക. പക്ഷെ ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാ. ഇത് ദൈവം നമ്മളിൽ ഇട്ടിരിക്കുന്ന ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങൾ സർവ്വലോകവും നേടിയാലും ആമേൻ നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് പ്രയോജനം? അങ്ങനെയാണെങ്കിൽ ഇതൊരു അനുഭവമായി നാളുകളില് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അനുഭവമാ. പ്രിയപ്പെട്ടവരെ, എനിക്ക് സമാധാനം ലഭിച്ചത് ഇവിടെ നിന്ന് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ഞാനൊരു ട്രാക്ട് എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. ആ ട്രാക്ട് കോഴഞ്ചേരിയില് ഒരു ബസ്സില് ആമേൻ ഒരു സുശേഷകൻ കൊടുക്കുമ്പോൾ ആമേൻ ഒരു മനുഷ്യനെ എടുത്ത് ആമേൻ ഇരിക്കുന്ന സീറ്റിന്റെ മുൻപില് അത് മടക്കി വെച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോയി. വണ്ടി തിരുവല്ലയിൽ നിന്ന് കടന്നു വന്ന് ദൈവത്തിന് സ്തോത്രം വീണ്ടും കോഴഞ്ചേരിയിൽ വരുമ്പോൾ അതേ സീറ്റിൽ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവന് ആമേൻ തന്റെ കൂട്ടുകാരോട് തന്റെ തന്റെ കൊളീഗ്സിനോട് യാത്ര പറഞ്ഞ് തിരുവല്ല ആമേൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അവൻ ടെലിഫോൺസിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ യാത്ര പറഞ്ഞ് ഇന്ന് രാത്രി മരിക്കുവാൻ തയ്യാറായത്. അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവനെ വിട്ടുപോയ വേദനയായിരുന്നു. അവൻ മരിക്കുവാൻ തയ്യാറായതാ. എന്നാൽ അവനോട് ഇരിക്കുമ്പോൾ ഈ പേപ്പർ കഷ്ണം കണ്ടു. ഏതായാലും ഇന്ന് മരിക്കൂ, എന്താണെന്ന് എടുത്ത് നോക്കാമെന്ന് വെച്ച് അവനിങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുക, ഭയപ്പെടരുത്, നീ ഭ്രമിച്ചു പോകരുത്, വായിക്കാതിരിക്കരുത് എന്നെഴുതിയിട്ട് ആമേൻ എന്താണ് സ്വർഗമെന്ന് എന്താണ് നരകമെന്ന് ഇതാർക്ക് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അതിലെഴുതിയിരിക്കുമ്പോൾ ആ മനുഷ്യൻ അത് വിശ്വസിക്കുവാനും ഞാൻ കടയിലിരിക്കുമ്പോൾ ഫോണിലൂടെ എന്നെ വിളിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥന എവിടാണെന്ന് ചോദിക്കുവാനും അന്ന് രാത്രികാലം ഞങ്ങളുടെ കടയിൽ വരുവാനും ആ മനുഷ്യൻ തുടർന്ന് രൂപാന്തരപ്പെടുവാനും ഇടയായതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ നീതി അവൻ മനസ്സിലാക്കി. എനിക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യനായി പൂജാതനായത്. എന്നിട്ട് മാത്രമല്ല 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ അവൻ വസിക്കുവാനും 33.5 വർഷം കഴിയുമ്പോൾ ആമേൻ അവനെ യൂതന്മാരാൽ ക്രൂശിക്കപ്പെടുവാനും ആമേൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനും 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്യുവാനും ഇടയായി. ഇപ്പോൾ പിതാവിന്റെ അടുക്കലിരിക്കുന്നത് നീതിയാണെന്ന് ആ ചെറുപ്പക്കാരന് ബോധ്യമായി. ഇന്നവൻ സന്തോഷത്തോടെ അവന്റെ ഭവനവുമായി കഴിയുകയാ. പ്രിയപ്പെട്ടവൾ മടങ്ങി വന്നു, ജീവിതത്തിൽ വ്യത്യാസം വന്നു. അതാണ് പറഞ്ഞത്, യേശു എൻ്റെ നിങ്ങളുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും. ദൈവം നമ്മളിൽ അവനിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി എന്നിൽ നിറവേറ്റിയ നമ്മൾ വിശ്വസിക്കും. എന്താണ് നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമുക്ക് ലഭിക്കും. ആമേൻ ആമേൻ. മൂന്നാമതായി സ്വർഗം ഒരു ദൈവ ഭവനമാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് വായിക്കേണ്ട വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. സ്വർഗം ഒരു ദൈവഭവനമാണ്. അത് പണിയപ്പെടേണ്ടത് ഭൂമിയിലൂടെ. ഭൂമിയിൽ ആമേൻ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ ആമേൻ അവനെ കണ്ടവന്റെ പ്രിയപ്പെട്ടവൾ മാനസാന്തരപ്പെടും, അവന്റെ കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെടും. അപ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മളൊക്കെ ക്രിസ്തുവിന്റെ അംബാസഡർമാരാ. എന്നെ കാണുമ്പോൾ, എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, എന്റെ ആമേൻ സ്വഭാവ രീതികൾ കാണുമ്പോൾ ആദിമ സഭയിലെ ക്രിസ്ത്യാനികളെ പോലെ മറ്റുള്ളവർ ക്രിസ്തുവിനോട് ചേർന്ന് വരുവാനിടയാണ്. നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ വചന കേൾവി മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അടിയങ്ങൾക്കും ഒരുപോലെ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. നമ്മൾ ആദ്യം കണ്ടു അതൊരു നഗരമാണ്, 2 നഗരമാണ്, 2 സ്വർഗം ഒരു അനുഭവമാണ്, 3 സ്വർഗം ഒരു ദൈവ ഭവനമാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ 4-ാമതായിട്ട് യെശയ്യാ പ്രവചനം നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ കണ്ടു, 66-1 സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. അല്ലേ? ഒന്നുകൂടെ വേണേ വായിച്ചു. സ്വർഗം എന്റെ സിംഹാസനവും സ്വർഗം എന്റെ സിംഹാസനമാണ്, ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെതായ സാന്നിധ്യം ഈ ഭൂമിയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആര്
നിലവിളിച്ച് ദൈവസന്നിധിയിൽ നെടുമ്പാടും വീണ് കരയുന്നു. അവരെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പുത്രന്റെ പ്രസൻസ് ഭൂമിയിലുണ്ട്, പരിശുദ്ധ റൂഹായുടെ പ്രസൻസ് ഭൂമിയിലുണ്ട്. അതുകൊണ്ട് ആമേൻ, നമ്മൾ മറന്നു പോകരുത്. ദൈവം ആമേൻ അവിടെ പറയുകയാണ്, സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. പോകണ്ടേ? പോകണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. പോകണ്ടേ? മിണ്ടുന്നില്ല. പോണോന്ന് പറയുന്നത് അല്ല, പിന്നെ ഈ മഴയ്ക്കോട് ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്കും പോകണമെന്നുള്ളൊരാഗ്രഹം ഹൃദയത്തിൽ വാഞ്ച ഉണ്ടാകുമ്പോൾ ആത്മാവിൽ നമ്മളെ ദൈവം ബലപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ വീണ്ടും പറയുകയാണ്, സ്വർഗം ഒരു ദൈവനഗരമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ്? വായിച്ച് സഹായിച്ച വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം എന്ന് ഒരുപാട് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നും നാം വിശ്വാസത്താൽ അറിയുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മുൻപോട്ട് നമ്മൾ പോകുമ്പോൾ ആമേൻ, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ആമേൻ, അബ്രഹാം പിതാവ് പറയുകയാണ്, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. ഈ അബ്രഹാം പിതാവ് എത്രയോ വലിയ സമ്പന്നനായിരുന്നു. അബ്രഹാം പിതാവ് എത്രയോ വലിയ സമ്പന്നനായിരുന്നു. ആമേൻ. ആയിരക്കണക്കിന് ആടുമാടുകളും ബാല്യക്കാരുമുള്ള ധനവാനായ ധനാഠ്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്, ഞാൻ പാർക്കുന്നത് കൂടാരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് നൽകിയിരിക്കുന്ന ഭവനങ്ങള് ഈ ഭൂമിയിൽ പാർക്കുവാനുള്ള കൂടാരങ്ങള്. ഇവിടെ തന്നെ നമുക്ക് ഇരുപ്പുറപ്പിക്കാൻ സാധ്യമല്ല. ആമേൻ. ഒരു തലമുറ പോകും, അടുത്ത തലമുറ വരും, അടുത്ത തലമുറ വീണ്ടും വരും. കുറെ നാൾ കഴിയുമ്പോൾ ഈ ഭവനം ശൂന്യമായി പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. എന്നിട്ട് പറയുകയാ, എന്താ? ദൈവശില്പിയായി നിർമ്മിച്ചതും. കണ്ടോ? അവിടെ അണ്ടർലൈൻ ചെയ്യണം. ഈ സ്വർഗം സ്ഥാപിച്ചത് ആരാന്നറിയാമോ? സ്വർഗത്തിലെ നഗരം, ആ ഭവനങ്ങൾ സ്ഥാപിച്ചത് ആരാന്നറിയാമോ? അത് അബ്രഹാമിന് അറിയാമായിരുന്നു. എന്നാൽ ഇന്നത്തെ ജനതയ്ക്ക് അത് അറിയത്തില്ല. അവൻ ദൈവം ശില്പിയായി നിർമ്മിച്ച, ദൈവം തന്നെ അടിസ്ഥാനമിട്ടൊരു നഗരം. അതെ, ഭൂമി ദൈവത്തിന്റെ വാക്കിനാലുള്ളതായതാണ്. അത് മനുഷ്യർക്ക് പാർക്കുവാൻ തക്കവണ്ണം ദൈവം ആമേൻ തന്റെ വാക്കിനാൽ ഉളവാക്കിയതാ. എന്നാൽ ഈ ഭൂമിയും ഈ ആകാശവും ഒഴിഞ്ഞു പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആമേൻ ഇവിടെ പറയുന്നത് എന്താ? ആമേൻ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി ഞാൻ കാത്തിരുന്നു. നോക്കിയോണേ, അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പം പറഞ്ഞു, നിന്നെ ഞാൻ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. തന്റെ പിതാക്കന്മാർ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അബ്രഹാമിന്റെ പ്രത്യേകത. എത്രയോ നാളായി നമ്മൾ വചനം കേൾക്കുന്നു, ഈ യൂട്യൂബിലൂടെ ഒക്കെ വചനം കേൾക്കുന്നു, എത്രയോ ദേവദാസന്മാര് പ്രസംഗിക്കുന്നു. ഇതുവരെയും അതിനൊന്ന് ചെവി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആമേൻ, നമ്മള് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അബ്രഹാം പിതാവ് ആദ്യം തന്നെ ആമേൻ, നീ നിന്റെ ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് ആമേൻ സകലതും വിട്ട് ദൈവം പറഞ്ഞത് കേൾക്കുവാനിടയായിട്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പുറപ്പെട്ട അബ്രഹാമിനോട് ഒരിക്കൽ ദൈവം പറയുന്നുണ്ട്, നിന്റെ ഏകജാതനായ പുത്രൻ, ഹല്ലേലൂയ, അവന്റെ പേരെന്നാ? ഇസ്ഹാക്കിനെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. പഴയ നിയമത്തില് രക്തം ചീന്തിട്ടല്ലാതെ വിമോചനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഇവനെ ഒന്ന് മനസ്സിലാക്കാൻ, ഇവന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നറിയാൻ, അല്ലേ? തലച്ചെറിയച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും പറയുന്നതാ, നിങ്ങൾ ക്ഷമിക്കുക കേട്ടവര്. എന്താണെന്നറിയാമോ?
ആരാധനയിൽ ആയിരിക്കുന്ന സഹോദരിമാര്, ആമേൻ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാര്, അവരുടെ പുറത്തൊരു ചെറിയ പിച്ച് കൊടുത്താൽ പിന്നെ അവരുടെ വായിൽ നിന്ന് വരുന്നത് ആരാധനയുടെ ശബ്ദമായിരിക്കുകയില്ല. കാരണം അവർക്ക് നൊന്തുപോയി, സ്തോത്രം പറയാൻ അവർക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർത്തു പോകുകയാ. പ്രിയപ്പെട്ടവരെ, വിശ്വാസി കഴിഞ്ഞ ദിവസങ്ങളില് പല സ്ഥലങ്ങളിലായിട്ട് കണ്ടു. നൈജീരിയയില് ആളുകളെ കൊല്ലുകയാണ്. ആമേൻ, ദമസ്കോസിലല്ല സിറിയയില് ദേവാലയത്തിൽ ആർക്കും ദോഷം ചെയ്യാതെ ആരാധിച്ചു കൊണ്ടിരുന്ന ജനത്തെ ആമേൻ ചാവേറുകൾ വന്ന് കൊല്ലുകയാണ്. ആമേൻ, ഇന്ത്യയിലും ആമേൻ ഒരു ദോഷവും ചെയ്യാത്ത ആളുകളെ നഗ്നരാക്കി ആമേൻ അവരെ ഉപദ്രവിക്കുന്നത്, അടിക്കുന്നത്, മുഖത്തൂടെ ചോര ഒലിക്കുന്നത് കാണുവാനായിട്ടിടയായിത്തീർന്നു. ഒരു വാക്ക് പോലും എതിര് പറഞ്ഞില്ല. എന്നാ കാര്യം എന്നറിയാമോ? ഇവർക്കറിയാം അവരെ പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാ. ആമേൻ, യേശു ക്രിസ്തുവിന്റെ പഠനം അവരിൽ ഉള്ളത് കൊണ്ട്, യേശു ക്രിസ്തു കാണിച്ച മാതൃകയുള്ളത് കൊണ്ട് അവർക്കൊരു വാക്ക് ഉരുവിടാൻ കഴിയുകയില്ല. എന്നാൽ അവർക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് വേണ്ടി ഒരുക്കിയ ആമേൻ സ്വർഗത്തില് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ചേർക്കും. അതുകൊണ്ടാണ് സഭാ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നും വിശ്വാസത്താൽ വിശ്വാസികൾ നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അബ്രഹാം പിതാവിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. അബ്രഹാം പിതാവ് മകനുമായി പോയി. അവന് എത്ര വയസ്സുണ്ടെന്ന്? അബ്രഹാം 17 അല്ലേ? 17 വയസ്സുള്ളപ്പോഴേ യാഗം കഴിക്കാൻ കൊണ്ടുവന്നു. എനിക്ക് നല്ല അറിവുള്ള മരി പിള്ളേരാ. ലോകപ്രകാരം അറിവുണ്ട്. ഇന്ന് 9-ാം വയസ്സുള്ളവന് തന്നെ അറിവാ, 10 ആവുമ്പോഴേ അറിവാ അല്ലേ? ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈലില് ആമേൻ എന്തെങ്കിലും കാണിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കുക ഇന്നത്തെ ലോകം. പ്രൈസ് ദി ലോർഡ്. അവൻ അറിവുള്ളവനാ. അവന്റെ അപ്പൻ യാഗം കഴിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് അവൻ ചോദിച്ചു, അപ്പാ, യാഗത്തിനുള്ള മൃഗമുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള യാഗവസ്തു എവിടെ? ദൈവത്തിന് സ്തോത്രം. ചോദിക്കുക, യാഗവസ്തു എവിടെ? അവനറിയാം കാളകളെ യാഗം കഴിപ്പിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഞാൻ ഓർപ്പിച്ചത് ഇതാണ്. അപ്പൊ അവൻ പറഞ്ഞു, ആമേൻ, അബ്രഹാം പറയുകയാണ്, യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളും. അതാ വിശ്വാസം. അതാ വിശ്വാസം. ദൈവം എനിക്ക് വേണ്ടി അത് ഒരുക്കിക്കൊള്ളുമെന്നുള്ള വിശ്വാസം അബ്രഹാം പിതാവിന്റെ വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. മകൻ അബ്രഹാം പറഞ്ഞത് തന്നെ വിശ്വസിച്ചു. അപ്പൻ്റെ കൂടെ പോയി. നോക്കുക, യാഗം കഴിക്കാനായിട്ട് വിറകളടുക്കി യാഗപീഠത്തിന്മേൽ കിടക്കുമ്പോൾ അവിടെ യാഗവസ്തുവില്ല. അപ്പോഴായിരിക്കണം അബ്രഹാം പിതാവ് പറഞ്ഞത്, മോനെ, നിന്നെ യാഗം കഴിപ്പാനാ എന്നോട് ദൈവം പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ ഓടി രക്ഷപ്പെട്ടേ. നോക്കിയേ, ദൈവത്തെ പ്രസാദിപ്പാൻ തക്കവണ്ണം ഇസ്ഹാക്കിനെ ആമേൻ ഒരു യാഗവസ്തുവായി എൻ്റെ ദൈവം പറഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിൻ്റെ യാഗം ആമേൻ ദൈവത്തിന് സുഖാഗ്രഹമായിരിക്കേണ്ടതിന്, അത് പരിമളവാസനയായിരിക്കേണ്ടതിന് സമ്മതിക്കുന്ന ഒരു മകൻ ഇസ്ഹാക്ക്. എന്നാൽ അബ്രഹാമിന് ഒരു കാര്യം അറിയാമായിരുന്നു. എന്താണെന്നറിയാമോ? ഒരുപക്ഷെ ഇവരെ യാഗം കഴിച്ചാലും ഈ ചാരത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ഇസ്ഹാക്കിനെ മടക്കി തരുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം അബ്രഹാം പിതാവിനുണ്ടായിരുന്നു. സ്തോത്രം പറ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു മൂക്കിപ്പനി വന്നാൽ, ഒരു ചെറിയ പനി വന്നാൽ പിന്നെ നമ്മൾ നെട്ടോട്ടോ ഇല്ലേ? ഒരു അറ്റാക്ക് വന്നാൽ ഉടനെ എന്ത് ചെയ്യും? ആംബുലൻസ് വിളിക്കും അല്ലേ? എങ്ങനെയാലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. ചെയ്തോ, കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, എന്നാല് നോക്കിയേ, ഇവിടെ യാഗവസ്തുവായി ഇസ്ഹാക്ക് അർപ്പിക്കപ്പെടുമ്പോൾ അവന് യാതൊരു ഭയവുമില്ല. കാരണം അവന്റെ പിതാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗസ്ഥലമുണ്ട്. അപ്പം അബ്രഹാം എന്ത് ചെയ്തു? കത്തിയെടുത്തു. ഞാനിത് നേരത്തെ ചിന്തിച്ച കാര്യമല്ല ഇപ്പം പറയും. ദൈവാത്മാവ് ഓർപ്പിച്ചത് കൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത്. അപ്പം നമ്മൾ എഴുതിയ കാര്യമല്ലല്ലോ. അപ്പം പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കത്തിയെടുത്തപ്പോൾ അവൻ വീശുവാൻ ഓങ്ങുവാൻ തുടങ്ങുമ്പോൾ യഹോവയായ ദൈവം ആമേൻ ഇങ്ങനെ പറഞ്ഞു, നീ ബാലന്റെ മേൽ കൈവെക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആ നിമിഷത്തിൽ
ഇസ്ഹാക്ക് ആമേൻ മരണപ്പെടേണ്ട സ്ഥാനത്ത് ദൈവം ഇടപെടുകയാ, നീ ബാലന്റെ മേൽ കൈവെക്കരുത്. എന്താ സംഭവിച്ചെന്നറിയാമോ? നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അവന്റെ കെട്ടഴിച്ചു വിട്ടു കഴിഞ്ഞപ്പോ അബ്രഹാം ചിന്തിച്ചു, എവിടെയാണ് യാഗവസ്തു? അതാ ആ കാട്ടിൽ ഇതാ ഒരു ആട്ടിൻകുട്ടി കിടക്കുന്നുണ്ട് എന്നാ പറയുവാനായിട്ട് ഇടയായി തീർന്നു. കുരുങ്ങി കിടക്കുന്ന ആട്ടിൻകുട്ടി, അതിനെ കൊണ്ടൊന്ന് യാഗം കഴിപ്പിച്ചു. അപ്പൊ നോക്കിയേ, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തത് ആമേൻ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവം ആമേൻ അടിസ്ഥാനം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു സ്വർഗത്തെ കുറിച്ച് അബ്രഹാമിന് ധാരണയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചൊരു കാര്യം വീണ്ടും ദൈവാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അബ്രഹാം പിതാവിന് അറിയാമായിരുന്നു ക്രിസ്തുവിന്റെ ദിവസം വരുമെന്നും ആമേൻ ഞങ്ങളുടെ പാപത്തിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനായി കാൽവറിയിൽ യേശു ക്രിസ്തു യാഗമർപ്പിക്കുമെന്നും ആമേൻ അബ്രഹാം പിതാവിന് അറിയാമായിരുന്നു. പഴയ നിയമത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അബ്രഹാം പിതാവ് ആ ദിവസത്തെ ഓർത്ത് സന്തോഷിച്ച് ഉല്ലസിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ദൈവജനത്തിന് കർത്താവ് ഇപ്പം വരുമെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ കഷ്ടതയൊക്കെ മാറാൻ, ഈ വേദനകളൊക്കെ മാറാൻ എൻ്റെ കർത്താവ് വരുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ഇവിടെ പറഞ്ഞു, അത് ഒരു സ്വർഗമെന്ന് പറയുന്നത് അത് ദൈവനഗരമാ. ആമേൻ. അതിനുവേണ്ടി കാത്തിരുന്ന അബ്രഹാമിനെ കുറിച്ച് 15-16 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല ഇവിടെ പറയുകയാണ്, സ്വർഗം ഒരു ഒത്തുചേരലിന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സകല മനുഷ്യരും ഒരുമിച്ച് ഒരു ഒത്തുചേരലുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പറയുകയാണ്. ആമേൻ. എന്നിട്ട് ആമേൻ സ്വർഗം ഒത്തുചേരലിന്റെ സ്ഥലമാണ്. അത് 1 തെസ്സലോനി 4:16-17 വാക്യങ്ങളില് ആ ഒത്തുചേരലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. അതിനാ പിതാക്കന്മാരിങ്ങനെ പാടിയത്, മൃതരെ ജീവിപ്പിപ്പാൻ അങ്ങയാണ് അവിടെ പിതാക്കന്മാർ പറയുകയാണ്. ആമേൻ. ക്രിസ്തുവിൽ മരിച്ച ആളുകൾ ആമേൻ ആ ശബ്ദം കേൾക്കുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ജീവനോടിരിക്കുന്നവരും ആ ശബ്ദം കേൾക്കും. എന്നിട്ട് ഒരുമിച്ച് ആമേൻ ആദ്യം ഒരു ഒത്തുചേരൽ എവിടെയാണെന്നറിയാമോ? അത് മധ്യാകാശത്ത് ആദ്യത്തെ ഒത്തുചേരല്. കർത്താവ് മധ്യാകാശം വരെ വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ ആകാശമണ്ഡലം ആമേൻ പിശാചിന്റെ അധീനതയില. എന്നാൽ എൻ്റെ കർത്താവ് അവിടെ വരുമ്പോൾ പിശാചിനെ ഭൂമിയിലേക്ക് വെട്ടിയിടും. പിന്നെ ഭൂമിയിൽ മാത്രമേ അവന് വാസം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. സ്വർഗത്തെ ആകാശമണ്ഡലത്തെ കർത്താവ് വീണ്ടെടുക്കുന്നത്, ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് വെട്ടിയിടപ്പെട്ട പിശാചിനെ അവിടുന്ന് ഓടിക്കുന്നത് ആമേൻ തന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ ദൈവജനം രൂപാന്തരപ്പെട്ട ശരീരത്തിൽ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ മരിച്ചുപോയവരും ജീവനുള്ളവരും ഒത്തുചേരും കർത്താവിന്റെ അടുക്കൽ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്വർഗം ഒരു ഒത്തുചേരലിന്റെ ആമേൻ സ്ഥലമാണ് സ്വർഗം. ആമേൻ. ആമേൻ. വീണ്ടും നമ്മൾ കാണുകയാണ് 7-ാമതായിട്ട് സ്വർഗത്തിൽ ഒരു രജിസ്റ്റർ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ ഒരു രജിസ്റ്റർ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതിലല്ല, നിങ്ങളുടെ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. ആരാന്നറിയാമോ? കർത്താവ് 70 പേരെ പറഞ്ഞയച്ചു. എവിടേക്കാണെന്നറിയോ?
അല്ല 70 പേരെ ഒരുമിച്ച് വാ, 2 ആണെങ്കിലും 70 പേരെ പറഞ്ഞയച്ചു. തന്റെ ശിഷ്യന്മാരായിട്ടുള്ള 70 പേരെ പറഞ്ഞു വിട്ടു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറഞ്ഞു, ആമേൻ, പാമ്പിനെയും ശത്രുവിനെയും അതിന്റെ സകല ബലത്തെയും തകർക്കുവാൻ, ചവിട്ടുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാ. അവര് പോയി, അവര് പ്രാർത്ഥിച്ചപ്പോൾ ഭൂതമുള്ളവർ ഭൂതം വിട്ടുമാറി. ആമേൻ. അങ്ങനെ ഒത്തിരി സംഭവങ്ങള്, അത്ഭുതങ്ങള്, രോഗശാന്തികള് ഒക്കെ അവിടെ നടന്നതായിട്ട് നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അവര് സന്തോഷത്തോടെ മടങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ സന്തോഷത്തോടെ മടങ്ങി വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ അത്ഭുതം ചെയ്തതില് നിങ്ങൾ സന്തോഷിക്കണ്ട. നിങ്ങൾ സന്തോഷിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? എന്താ? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ആമേൻ. കർത്താവിനെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്ന ഒരു ദൈവമുണ്ട്. അവൻ സ്വർഗത്തിൽ ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററില് നമ്മുടെ പേരെഴുതി കഴിഞ്ഞാൽ എന്റെ ദൈവത്തിന് മാത്രമേ അത് വെട്ടിമാറ്റുവാൻ കഴിയുകയുള്ളൂ. പൈശാചികനൊന്നും അതിന്മേൽ അവകാശമില്ല. അതുകൊണ്ട് ആമേൻ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം പുത്രനിലൂടെ നമുക്ക് ഒഴുക്കി തന്നു. പുത്രനെ നിർവഹിച്ച് മടങ്ങി സ്വർഗത്തിലേക്ക് ചെന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ആ 70 പേരൊക്കെ വലിയ സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്നാന്നറിയാമോ? അവര് ഈ രണ്ടാണോ എന്നറിയില്ല, 70 പേരെയാണ് വിട്ടത്. അപ്പൊ ഈ രണ്ടായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, അവര് പോയി വീണ്ടും അവർ ഒത്തുകൂടി 70 പേരും കൂടെ ഒരുമിച്ച അയ്യോ സന്തോഷത്തോടെ തുള്ളിയും ചാടിയും കൊണ്ട് വരുന്നതായി. കാരണം അവർക്ക് സന്തോഷം അല്ലേ. അവർ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമുണ്ടായി അല്ലേ, വിടുതലുണ്ടായി. പക്ഷേ കർത്താവ് പറഞ്ഞെന്നറിയാവോ? നിങ്ങളുടെ പേര് ഒന്നുകൊണ്ടൊന്ന് വായിക്കാം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേര് സ്വർഗത്തിലെ രജിസ്റ്ററിലുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്റെ പേര് രജിസ്റ്ററിലുണ്ട്. എന്നാൽ ആരെങ്കിലും ഇതുവരെ ദൈവത്തിന് ഹൃദയം കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് ഹൃദയം കൊടുക്കുമോ? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു, ആമേൻ, പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നു, ആമേൻ, സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിയ നീ ഇതുവരെയും വാസ്തവമായി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററില് എന്റെ സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് ആദിമസഭയില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ആമേൻ, ആമേൻ, രക്ഷിക്കപ്പെടുന്നവരുടെ പേര് ഹല്ലേലൂയ, ദൈവം തന്നെ രക്ഷിക്കപ്പെടുന്നവരുടെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തി. ആരാ രേഖപ്പെടുത്തിയത്? കർത്താവ് തന്നെ രേഖപ്പെടുത്തിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിച്ചതല്ല. ആമേൻ. ആദിമസഭയില് വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നവർ അവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. ഭൂമിയിലുള്ള ആർക്കും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല. അത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശുവിന് മാത്രമേ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തില് പോകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യേശു തന്റെ ജോലി പൂർത്തീകരിച്ചു. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തില് ഒരു രജിസ്റ്റർ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് വീണ്ടും നോക്കാം. സ്വർഗം ക്രിസ്തു പ്രവേശിച്ച ഇടമാണ്. യോഹന്നാൻ 3:13 പറയുന്നു, സ്വർഗം ക്രിസ്തു പ്രവേശിച്ച ഇടമാണ്. വായിക്കാം. യോഹന്നാൻ 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗത്തിൽ ഇരിക്കുന്നവനായ, ഇറങ്ങി വരിക മാത്രമല്ല, ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ കയറിയിട്ടില്ല. പ്രിയപ്പെട്ടവര്, എല്ലാവരും സ്വർഗീയ പാർദീസയിൽ പോയവരൊക്കെ വിശ്രമിക്കുക. പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമ ഭക്തന്മാരും ആമേൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ആമേൻ, നരകം അതോ ഭാഗങ്ങളിലാ. എന്നാൽ അതോ ഭാഗങ്ങളിന്റെ മുകളിലുള്ള അബ്രഹാമിയ മടി അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞ പാതാളത്തിൽ നിന്ന് വിശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ആമേൻ സ്വർഗീയ പർദീസയിൽ സ്വർഗത്തോടടുത്തൊരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ വായിര്. നമ്മുടെ ഹൃദയത്തിൽ അത് കോരിയിടേണ്ട വാക്യമാണ്. സ്വർഗത്തിൽ നിന്ന്
നിന്നിറങ്ങി വന്ന സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ആമേൻ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്കറിയാം, കർത്താവിന്റെ മാറിൽ ചാരിയ മനുഷ്യനാണ് അദ്ദേഹം. സ്വാഭാവിക മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവനാ അദ്ദേഹം. എന്നാൽ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം മറന്നു പോകരുത്. ഹല്ലേലൂയ. ആ യോഹന്നാനാണ് വിളിച്ചു പറയുന്നത്, വേറെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല, എന്നാൽ മരിച്ചുപോയ സകല വിശുദ്ധന്മാരും സ്വർഗത്തോടടുത്ത സ്വർഗീയ പറുദീസയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ സ്വർഗം ക്രിസ്തു പ്രവേശിച്ച ഇടമാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് സെഫാനോസ് ഹല്ലേലൂയ. ആളുകൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മലയുടെ മുകളിൽ നിർത്തി അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സെഫാനോസ് ആത്മാവിൽ നിറഞ്ഞു. അപ്പോൾ കാണുകയാ സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണുന്നു. അവൻ എന്നേക്കും ഇരിക്കുകയാണെങ്കിലും അവന്റെ ആത്മാവിന് വേണ്ടി, അവന്റെ ആത്മാവിനെ സ്വർഗീയ പറുദീസയിലേക്ക് സ്വീകരിപ്പാൻ തക്കവണ്ണം എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കണ്ടു. അപ്പം സ്വർഗം ഒരു യഥാർത്ഥ്യമാണെന്ന് ഇന്ന് മനസ്സിലാക്കണം. വേദപുസ്തകം അത് വളരെ വ്യക്തമായി ആമേൻ അനേക വചനങ്ങളിലൂടെ, ആമേൻ അപ്പോസ്തലന്മാരിലൂടെ, അല്ല പ്രവാചകന്മാരിലൂടെ, അനേക വചനങ്ങളിലൂടെ അത് ആമേൻ നമ്മളെ ഉറപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആമേൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഞാനല്ല പറഞ്ഞത്, ആരാ പറഞ്ഞത്? യോഹന്നാനാ പറഞ്ഞത്. സ്വർഗത്തിൽ കയറണമെങ്കിൽ രൂപാന്തരപ്പെട്ട ശരീരം വേണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ചിലരൊക്കെ ചോദിക്കും, ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അതൊരു പ്രത്യേക സ്ഥലത്ത് അവിടെ വിശ്രമിക്കുകയാണ്. ഏലിയാവ് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അവരൊരു പ്രത്യേക സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. അവർക്കിനി ഒരു മരണം ഉണ്ടാകണം. ആമേൻ. മോശ ആമേൻ മരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊക്കെ വീണ്ടും ആമേൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ അവസരങ്ങൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. സമയമാകുമ്പോൾ അവരെയും ചേർക്കും. അപ്പം മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ അവർ സ്വർഗീയ പറുദീസയിൽ ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ നമ്മൾ കണ്ടു, സെഫാനോസിന് നേരെ അവർ പല്ല് കടിച്ചു. അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെയും യേശുവിനെയും കണ്ടു. സ്വതന്ത്രം. അപ്പം സ്വർഗത്തില് ഹല്ലേലൂയ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യപുത്രനുണ്ട്, ദൈവവുമുണ്ട്. ഉണ്ടോ? നമ്മൾ വായിച്ച ഭാഗത്തിൽ പറയാം, മനുഷ്യപുത്രനുമുണ്ട്, ദൈവവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ പറയുമെന്ന് എനിക്ക് അറിയാമായിരിക്കും, കാരണം അനേക വർഷങ്ങളായിട്ട് നിങ്ങൾ വചനം കേൾക്കുന്നതാ. ഈ ഹല്ലേലൂയ എന്നുള്ള പദം എവിടെയാണ് ആദ്യം നമ്മൾ കാണുന്നത് വേദപുസ്തകത്തിൽ? ആർക്കെങ്കിലും പറയാം? ഹല്ലേലൂയ എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാടിലാണ് ഹല്ലേലൂയ നമ്മൾ കാണുന്നത്. വെളിപ്പാട് 19:20 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് സ്വർഗത്തിൽ എപ്പോഴും ആമേൻ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന വാക്കുകളാണ് ഹല്ലേലൂയ എന്ന് കാണുവാൻ കഴിയും. വെളിപ്പാട് ഹല്ലേലൂയ മുഖരിതമായ ഒരു സ്വർഗമാണ് നമ്മൾ ചെന്ന് ചേരുവാൻ പോകുന്ന സ്വർഗം. വെളിപ്പാട് 19:1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഒന്ന് അവർ വായിച്ച്. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ, സന്തോഷമാണ്, മഹാഘോഷം പോലെ കേട്ടത്. രക്ഷയും ശക്തിയും മഹത്വവും നമ്മുടെ ദൈവത്തിനുള്ളത്. എന്ന് ഭാഗ്യവായിര് മതി. നമ്മൾ ആദ്യം കേട്ടു, മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ എന്ന് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കേട്ടത്. ദൈവത്തിന് നമുക്കത് മതി, ആ ഭാഗം മാത്രം മതി. എന്നാൽ ഒന്നുകൂടെ സ്വർഗത്തിൽ എത്തുന്നവരാരല്ല എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. സമയം വേഗത്തിൽ പോകുന്നു, കാമണിക്കൂടെ ഉള്ളൂ. സ്വർഗത്തിൽ എത്തുന്നവരാരല്ല? റോമാലേഖനം 10:9 വാക്യം. റോമർ 10:9.
ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിലേക്ക് എത്തും. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ട് റോമാലേഖനം 10:9. ക്രിസ്തുവിൽ വിശ്വസിക്കാതെ സ്വർഗത്തിലെത്തുവാൻ കഴിയില്ല. വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അതാണ് അവിടെ പറയുന്നത്. ആമേൻ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. ഈ വിശ്വാസ പ്രമാണമൊക്കെ പിതാക്കന്മാര് അവരുടെ കാഴ്ചപ്പാട് എത്ര വലുതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അവരെത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് വിശ്വാസ പ്രമാണം തന്നിരിക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പം പറയുക, പക്ഷെ നമ്മൾ പലപ്പോഴും ഏറ്റുപറയും. വിശ്വസിച്ചുകൊണ്ടാണെന്നറിയില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അത് ഏറ്റുപറയുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ നിനക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയായി ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് സ്വർഗത്തിലെത്തുന്നത്. അത് പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, നിങ്ങളൊക്കെ വിശ്വസിച്ചവരാ. ഇനിയും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിശ്വസിക്കുവാനുണ്ടെങ്കിൽ യേശു എന്റെ കർത്താവാണ്. ഞാൻ കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്ക് അർത്ഥം അറിയോ? കർത്താവ് എന്ന് പറഞ്ഞതിന്റെ വാക്കറിയോ? കർത്തൃത്വം നടത്തുന്നവൻ അല്ലേ? കർത്താവ് കർത്തൃത്വം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആലോചന പറഞ്ഞു തന്ന് നമ്മളെ നടത്തുന്നവനാണ് അവൻ കർത്താവ്. അപ്പൊ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. ആദ്യം നമ്മൾ ഓർക്കും വെറുതെ വായുണ്ട് അല്ലേ? വിശ്വാസമാണെന്ന് ചൊല്ലി തരുമ്പോൾ വാഗുണ്ട് ഏറ്റു പറഞ്ഞാൽ മതി. പക്ഷെ പിന്നീടാണ് അതിന്റെ ആ ശക്തി ഇങ്ങോട്ട് വരുന്നത്. ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതും വായ കൊണ്ട് പറയാൻ പറ്റും. എന്ന് ഹൃദയം കൊണ്ട് പറയാൻ ഇച്ചിരി പ്രയാസം. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. അവൻ എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു. ഞാൻ അവൻ്റെ ഒരു മകനായി ഇനിയും ജീവിക്കുമെന്ന് പറയുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇത് വെറുതെ ഏറ്റു പറയാൻ കഴിയും. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് സ്വർഗത്തിലെത്തുകയുള്ളൂ. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് കർത്താവ് ഓർപ്പിച്ചു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകയില്ല എന്ന് കർത്താവ് ഓർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശു എൻ്റെ കർത്താവെന്ന് വാഗുണ്ട് ഏറ്റുപറയുമ്പോൾ ആമേൻ, ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഇവിടെ പറയുക, നീ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാനൊരു ദിവസം, ഇത് ഏറ്റുപറയുന്ന ദിവസം. ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെടും. പിന്നെ നീ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും രക്ഷിക്കപ്പെടും. അത് കർത്താവിന്റെ മധ്യാകാശ വരവിൽ പൂർണ്ണമായിട്ട് രക്ഷ നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വീണ്ടും ആമേൻ. സ്വർഗത്തിലെത്തുന്നത് ആര്? ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം, വെളിപ്പാട് 7-9 വാക്യങ്ങളില് നമ്മള് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷയിൽ നിന്നുള്ളവരായി കണ്ടോ, ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി കണ്ടോ, സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതലുള്ള ആളുകൾ ഒരു കുഞ്ഞാട് കാലധികമെങ്കിൽ ആമേൻ കാൽവറിയിൽ അറുക്കപ്പെടുമെന്ന് അവർക്ക് അറിയാമായിരുന്നത് കൊണ്ട് ഇവിടെ പറയുകയാണ്, ആമേൻ, സകല ജാതികളിലും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാ ദിവസം. ഇത് ഓൺലൈനിലൂടെ 1100 പേരൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിൽ കൂടുതലും കണ്ട 1300 കണ്ട നിമിഷങ്ങളുണ്ട്. ഞാൻ പറയുകയാ, ആമേൻ, ഇവിടെ പറയുകയാ, ഇത് തന്നെ രക്ഷാ ദിവസമെന്ന് പൗലോസ്ലീഹ പറഞ്ഞത്, ഇത് തന്നെ സുപ്രസാദ കാലമെന്ന് പറഞ്ഞത്. നീ എവിടെയായിരിക്കുന്നുവോ അവിടെ നിന്ന് നീ വചനം കേൾക്കുമ്പോൾ നീ വിശ്വസിച്ചാൽ നീ സ്വർഗത്തിലെത്തും. ദൈവത്തിന് സ്വന്തം. അപ്പൊ അവിടെ പറയുകയാണ്, സകല ജാതികളിലും. യേശുവിന്റെ വംശാവലിയിൽ 2 ആമേൻ ദോഷികളായി ജീവിച്ച 2 സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട്. ഞാനതൊന്നും ഓർപ്പിക്കാനല്ല പറഞ്ഞത്. അപ്പൊ അന്നേ ആമേൻ ജാതിയിൽ നിന്ന് വന്ന ആ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നേ പറയുന്നുണ്ട്, സകല ജാതികളിലും
ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷയിൽ നിന്നുള്ളതായി ഉണ്ടോ? മനുഷ്യൻ എണ്ണിക്കൂടാൻ കഴിയാത്ത ആ കൂട്ടത്തിൽ ഒരാൾ ഞാനാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നത് അത് ദൈവകൃപയാണ്. പരിശുദ്ധാത്മാവ് ഉറപ്പ് തന്നിട്ടാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ. അവൻ നോക്കിയേ, എണ്ണിക്കൂടാത്തൊരു പുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ച് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ആമേൻ രൂപാന്തരപ്പെട്ട ശരീരമാണ്. അത് വെള്ളവസ്ത്രം ധരിച്ചതുപോലെയുള്ള അനുഭവമാണ്. ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ സ്വർഗത്തിൽ ഉണ്ടാകും. എവിടെ ഉണ്ടാകും? അവൻ നമ്മളെ ക്രിസ്തു നമ്മുടെ പാവം ഏറ്റുപറഞ്ഞപ്പോൾ അവന്റെ പാപം കൊണ്ട് കഴുകി അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി. നീ കൊലപാതകനായിരിക്കാം, നീ ഏത് തരത്തിലുള്ള പാപം ചെയ്തവനായിരിക്കാം, എന്നാൽ നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല അന്ന് മുതൽ നീ അറുക്കപ്പെട്ട ആമേൻ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായതുകൊണ്ട് നീ സ്വർഗത്തിലെത്തും. 1 ഞാൻ ഓർപ്പിച്ചു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിലെത്തും. 2 ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ സ്വർഗത്തിലെത്തും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണേ. പ്രാർത്ഥനയോടെ ഇരുന്നാലേ നല്ല രീതിയിൽ വചനം സംസാരിക്കാൻ കഴിയുള്ളൂ. കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്നവര് ഇരുന്നാട്ട് ദൈവത്തിന് സ്തോത്രം. ആമേൻ. അടുത്തത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകത്തിന്റെ 15-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വായിക്കാം. ഹല്ലേലൂയ. 15-ാം വാക്യം 20-15. സ്തോത്രം. അതിന്റെ അവസാന വാക്ക് ഇങ്ങനെയാ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നരകത്തെ കുറിച്ച് കേട്ടു. നമ്മളിപ്പോ സ്വർഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ കണ്ടു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം ഏക മനസ്സുള്ളവരായിരുന്നു രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി എപ്പോഴാ വചനം കറക്റ്റ് വന്നത്? ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ആദിമസഭയിൽ ദിനം പ്രതി സഭയോട്, അതാ നമ്മൾ മുമ്പേ കണ്ട ജീവന്റെ പുസ്തകം. അപ്പൊ ഇവിടെ പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പേര് ജീവപുസ്തകത്തിലുണ്ടോ? ആർക്കറിയാം? ഉണ്ടോ? വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ. മറ്റൊന്നുമല്ല, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി പറഞ്ഞൊരു ദൂതുണ്ട്, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പല രോഗങ്ങൾ വന്നിട്ടും, മരിക്കത്തക്ക രോഗങ്ങൾ വന്നിട്ടും, ആമേൻ, അത് ലേറ്റായിട്ടും ഞാൻ ഇപ്പോഴും ഓർക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഈ രാത്രി ഏകദേശം 12 മണിക്ക് അറ്റാക്ക് വരുന്നത്. പ്രാർത്ഥിച്ചു, മാറി. അതിനുശേഷം വീണ്ടും 1 മണിയായപ്പോൾ വീണ്ടും അതേ ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ അറ്റാക്ക് വന്നവർക്ക് ആ വേദന അറിയത്തുള്ളൂ. ഭയങ്കര അരപ്പ ഹൃദയത്തിൽ. ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. എൻ്റെ വൈഫിനെ പോലെ ഞാൻ ഉണർത്തിയില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പം ഒരു വചനം എൻ്റെ ഉള്ളത്തിൽ വന്നു, പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയും, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഇനിയും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിന്റെ തങ്കച്ചോരയിൽ എന്നെ കഴുകണമെന്ന രാത്രിയിൽ കിടന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേദന ദൈവം മാറ്റുന്നു. സ്വതന്ത്രം. രാവിലെ എഴുന്നേറ്റു. 70ഓളം അടുത്ത് വരുന്ന കസാര ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും കൂടെ ഈ ഹാളിലിട്ടു. അപ്പൊ അറ്റാക്കാരുന്നെങ്കിൽ എന്നേരെ വരത്തില്ലേ? കാരണം വലിയ നിസ്സാര കാര്യമല്ലേ ഇത്രയും കസാര 60 കസാര ഇടുക എന്ന് പറയുന്നത്. എല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് എടുത്ത് ഇടുമ്പോഴേ പ്രൈസലോ അപ്പൊ നോക്കിയ ടൈം ദൈവം തരികയാണ്. അവൻ അങ്ങനെയാണെങ്കിൽ അവന് അന്ന് പ്രസംഗം കഴിഞ്ഞ് ഞാൻ ആശീർവാദം പറഞ്ഞു ഓർക്കുന്നു. ഇവിടെ വന്ന് ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ഒരു നുള്ളി ചോറ് പോലും ഇറങ്ങത്തില്ല. അപ്പം വേദന നേരമില്ല, പക്ഷെ ഒരു നുള്ളി ചോറ് പോലും ഇറങ്ങത്തില്ല.
Praise the Lord. ഹല്ലേലൂയ. ആ അനുഭവത്തിലൂടെ ദൈവം കടത്തിവിട്ടത് ഇന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടിയാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ കഴിക്കുക. നമ്മുടെ സാജു ബ്രദറൊക്കെ അന്ന് ഇവിടെ ഉണ്ട്. നിങ്ങൾ കഴിക്കുക, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആമേൻ. അത് കഴിഞ്ഞ് അവരിവിടെ പ്രാർത്ഥിച്ച് മടങ്ങി പോകുമ്പോൾ ടാറ്റ പറഞ്ഞ് ഞാൻ തിരിയുമ്പോൾ ആ വേദന വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഭയങ്കര വേദന. ലൈറ്റിട്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനിടയായിത്തീർന്നു. എവിടെ വരെ ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ആ വേദനയുടെ മധ്യേയും ആമേൻ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു മനുഷ്യനോട് സുവിശേഷം പറയാൻ എനിക്ക് കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഡോക്ടർമാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ സംസാരിക്കരുത്, വീണ്ടും സംസാരിച്ചാൽ സ്റ്റെൻഡൊക്കെ ഇട്ട് വന്ന് കിടക്കുക. സംസാരിച്ചാൽ നിങ്ങൾ മരിച്ചു. നമ്മളതെന്തോ പേടിച്ച് സംസാരിക്കാതിരിക്കും അല്ലേ? അപ്പോഴാ ഒരു പാട്ട് കേൾക്കാനും, ഒരു അമ്മച്ചി പാടുന്ന പാട്ട് കേൾക്കാനും, ആ പാട്ടിനോട് ചേർന്ന് എൻ്റെ ജീവിതാനുഭവം അമ്മച്ചിയോട് പങ്കുവെക്കുവാനും, അവിടെ 2 സ്റ്റെൻഡ് ഇട്ട ഒരു മനുഷ്യന് വേദനയോടെ കിടക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചവൻ്റെ വേദന മാറുവാനും ഒക്കെ ഇടയായത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പം നോക്കിക്കോണേ, ആശുപത്രി കിടക്കയിലും ഡോക്ടർമാര് പറഞ്ഞാലും ആമേൻ നമ്മുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ അവിടെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അവിടെ നിർവഹിക്കുവാൻ ദൈവം നമ്മളെ കൊണ്ട് സാധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടു, ആമേൻ, 2 കാര്യങ്ങൾ കണ്ടു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിലുണ്ടാകും. സ്തോത്രം പറയാ. ഒരു മനുഷ്യനും പറയുന്നില്ല. വിശ്വാസമില്ലേ? ഇല്ല, പിന്നെ ഞാനിവിടെ വരുമല്ലേ? ഒരു അലല്ലേ പറ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിലുണ്ടാകും. 2, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. അല്ലേ പറഞ്ഞാട്ട്. 3, കുഞ്ഞാടിന്റെ ജീവസ്വത്തിൽ പേരുള്ളവർ. ഹല്ലേലൂയ. 4-മതായിട്ട് വിശുദ്ധന്മാർ സ്വർഗത്തിൽ കാണും. വെളിപ്പാട് 20:6 വായിക്കാം. വെളിപ്പാട് 20:6. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് തെറ്റാതിരിക്കുകയാണ്. വെളിപ്പാട് 20:6. വിശുദ്ധനുമാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞാണോ? ലീലാമേന്റെ വായിച്ച അവിടെ പറയുകയാണ് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. അവിടെ എന്താ ഓർപ്പിച്ചത് നമ്മൾ ഓർക്കണം, 1ാമത്തെ പുനരുത്ഥാനത്തിൽ. അത് കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന കാര്യം. 1ാം പുനരുത്ഥാനം. വീണ്ടും 2ാമതൊരു പുനരുത്ഥാനമുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ന്യായവിധിയെ കുറിച്ച് പഠിക്കുമ്പോഴേ അത് പഠിക്കാനായിട്ട് കഴിയും. അപ്പൊ നോക്കിക്കോണേ, അവിടെ വളരെ വ്യക്തമായി എഴുതുകയാണ്, 1ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, വിശുദ്ധനുമാകുന്നു. അതിന്റെ ഇമ്പോർട്ടന്റ് ഇതാ, വിശുദ്ധന്മാർ സ്വർഗത്തിൽ കാണും. ഭാഗ്യവാൻ എന്നുള്ളത് അത് സന്തോഷമുള്ള കാര്യം. പക്ഷെ വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ അധികാരമില്ല. അടുത്ത വാക്യം കൂടെ വായിര്. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ഉണ്ടോ? ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. നോക്കിയേ, ഈ ഭൂമിയെ കർത്താവ് വാഴാൻ വരികയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പം പിന്നെ അന്ന് മനസ്സാന്തരപ്പെടുന്ന ആളുകളും യഹൂദന്മാര് ഒടുവിൽ വിശ്വസിക്കുന്നവരും എല്ലാം കൂടി അവരാണ് 2ാം മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നത്. നമ്മൾ 1ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാ. അയ്യോ, എത്ര സ്തോത്രം ചെയ്യണം, എത്ര നന്ദി പറയണം. ഈ ദൈവത്തിന് കൃപയാലല്ലോ നമുക്ക് ഈ ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അപ്പം വിശുദ്ധന്മാര് സ്വർഗത്തിൽ കാണും. 5-മതായിട്ട് ഒന്നുകൂടെ നമുക്ക് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എടുക്കാം. ഞാൻ അത് വിടുകയാണ്. സമയമില്ല, വേഗത്തിൽ സമയം തീർന്നു. 5-മത് ഒന്നുകൂടെ ഉണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. 1 യോഹന്നാൻ 2:28. 1 യോഹന്നാൻ 2:28. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അപ്പൊ 5-മതായി ക്രിസ്തുവിൽ വസിപ്പീൻ. ക്രിസ്തുവിൽ വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭവനത്തിൽ സമാധാനം അല്ലേ? നമ്മൾ ചെല്ലുന്നിടത്ത് സമാധാനം അല്ലേ? നമ്മൾ ചെല്ലുന്നിടത്ത് സമാധാനം ഇല്ലെങ്കിൽ, ഒരു കൂട്ടം കൂടുമ്പം അവിടെ ഒരു സമാധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്നില്ല എന്നാ അതിനർത്ഥം. അപ്പം ക്രിസ്തുവിൽ വസിക്കുന്നവർ ആമേൻ ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറയുകയാ. ആമേൻ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ അവന്റെ, അതായത് ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ.
അല്ലേ? യോഹന്നാൻ പറയുക, യോഹന്നാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്നുമില്ല, അപ്പേലില്ല. കാരണം അത്രമാത്രം വിശുദ്ധനായി ജീവിച്ചൊരു മനുഷ്യനാണ്. ദൈവം സ്വാഭാവിക മരണവും കൊടുത്തു. മാത്രമല്ല യോഹന്നാൻ എന്ന് പറയുന്ന ആ സുവിശേഷം എഴുതി, യോഹന്നാൻ സുവിശേഷം എഴുതി അല്ലേ? 4 സുവിശേഷങ്ങളാ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഞാൻ ഈയിടെ അതിനെക്കുറിച്ച് പഠിക്കാനിടയായി. എല്ലാവരും പറയും 4 സുവിശേഷങ്ങളാ. ഞാൻ ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 27 സുവിശേഷങ്ങളാ. ഒരു പരിധിവരെ ശരിയാണ്. എന്നാൽ യേശുവിനെ കുറിച്ച് പൂർണ്ണമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മർക്കോസും ലൂക്കോസും യവനന്മാരായിരുന്നു, വിജാതീയരായിരുന്നു. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരായി 2 പേരേ ഉള്ളൂ. മത്തായും യോഹന്നാനും. അവിടെ ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. പോകട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. അനേകർക്ക് പലതും അറിയാമെങ്കിലും ചിലതെങ്കിലും അവർക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണമാ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. എനിക്കൊന്നും പറയാൻ അറിയില്ല. ഞാൻ പലപ്പോഴും പറയും, കർത്താവേ എനിക്കൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ ഉടനെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കും, എന്തെങ്കിലും പറയാൻ അറിയാമെന്ന് നീ എന്ന് വിചാരിക്കുന്നു, അന്ന് മുതൽ നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ആ ധൈര്യത്തോടെ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും അറിയാമെന്ന് കരുതുന്നെങ്കിൽ അവരിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന വേദപുസ്തകം പറയുന്നത്. കാരണം നമ്മൾ ക്രിസ്തുവിൽ വസിക്കേണ്ടവരാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ 5 കാര്യങ്ങൾ. സ്വർഗത്തിലെത്തുന്നവരാരെല്ലാം: 1, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ; 2, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ; 3, കുഞ്ഞാടിന്റെ ജീവസ്വത്തിൽ പേരുള്ളവർ; 4, വിശുദ്ധന്മാർ. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള ഭാഗ്യവാന്മാരായിട്ടുള്ള വിശുദ്ധന്മാർ. അതുപോലെ തന്നെ 2ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള വിശുദ്ധന്മാർ. അവര് ഒന്നിച്ച്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ക്രിസ്തുവിൽ വസിക്കുന്നവർ. അപ്പം ഞാനും നിങ്ങളും ക്രിസ്തുവിലാണ് വസിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പറയുന്നത് മറ്റൊന്നിനുമല്ല. ക്രിസ്തു വസിക്കണമെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാം. ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞു, ഒരു ദേഷ്യം വരുമ്പം, എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ ഒരു പാട്ടങ്ങ് പാടണം. മനസ്സിലായി? നമുക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ പിശാച് നമ്മോട് പറയും, അവനെതിരായിട്ട് പറയാൻ പറയും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പാട്ടങ്ങ് പാടണം. ആ പാട്ട് പാടിക്കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യം എല്ലാം പോകും. നമ്മൾ മനുഷ്യരാണ്, ദേഷ്യം ഉണ്ടാകും. പക്ഷേ നമുക്ക് ക്രിസ്തുവിൽ വസിച്ചാൽ നമുക്ക് അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്: രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി. ക്ലേശം തീർന്നു നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയാ പ്രിയന്മാർ. ക്ലേശം തീർന്നു നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയാ പ്രിയന്മാർ. ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി. ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി. യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദീനാം ആസന്നമായി. യുഗയുഗമായി വാഴും സുദീനാം ആസന്നമായി. പാട്ടുകാരൻ പാടുകയാണ്: രാജാധിരാജൻ അവന്റെ മഹിമയോടെ, അവന്റെ മഹത്വത്തോടെ ഹല്ലേലൂയാ എഴുന്നള്ളാറായി. ഇന്ന് സഭയെ ചേർക്കാൻ അവൻ എഴുന്നള്ളാറായി. ലോകം അത് വിളിച്ചറിയിക്കുകയാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കൂ. അവിടെ ഭൂകമ്പവും ക്ഷാമങ്ങളും ഉണ്ടാകും. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഭൂമിയിലെ ക്ലേശം തീർന്ന് നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ നോക്കിയോണേ, ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ പ്രവേശിക്കും. മാത്രമല്ല, എത്ര കാലത്തേക്ക്? യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദീനം ആസന്നമായി. സ്വർഗത്തെക്കുറിച്ച് ഇനിയും പറഞ്ഞാലും തീരത്തില്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ചയിലും സ്വർഗത്തെക്കുറിച്ച് എത്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മൾ കണ്ടു, സ്വർഗം ഒരു സ്ഥലമാണ്.
പ്രിയപ്പെട്ടവരെ, ആ 4 സങ്കീർത്തനക്കാരൻ 1000 വർഷം ഭൂമിയിൽ അവർ വാഴുന്നത് വരെ അവർ കണ്ടിട്ടുള്ളൂ. എന്നാൽ സ്വർഗാദി സ്വർഗം നിത്യതയോളം നമ്മൾ വാഴുന്നതാ. ആമേൻ. സ്വർഗം ഒരു അനുഭവമാണ്. 3 നമ്മൾ കണ്ടു, സ്വർഗം ഒരു ദൈവഭവനമാണ്. സ്വർഗം ഒരു ദൈവസിംഹാസനമാണ്. പിന്നെ നമ്മൾ കണ്ടു, അതൊരു ദൈവനഗരമാണ്. സ്വർഗത്തിലൊരു രജിസ്റ്റർ ഉണ്ട്. സ്വർഗം ക്രിസ്തു പ്രവേശിച്ച ഇടമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ കണ്ടു സ്വർഗത്തിലെത്തുന്നവരാരല്ല. അതാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം സ്വർഗത്തിലെത്തും. ഹല്ലേലൂയ. അവരെങ്ങനെയാണ്? ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ് അവർ സ്വർഗത്തിലെത്തുന്നത്. പിന്നെ മാത്രമല്ല, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ. നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ടല്ല, അടയാളങ്ങൾ ചെയ്തതുകൊണ്ടല്ല, ആത്മാക്കളെ നേടിയതുകൊണ്ടല്ല. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ നീ സ്വർഗത്തിലെത്തും. പ്രൈസ് ദി ലോർഡ്. 4-മതായി നമ്മൾ കണ്ടു വിശുദ്ധന്മാർ സ്വർഗത്തിലെത്തും. 5-മതായി കണ്ടു ക്രിസ്തുവിൽ വസിക്കുന്നവർ. നമുക്ക് ക്രിസ്തുവിൽ വസിക്കാൻ പ്രിയപ്പെട്ടവരെ, കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ ഈ വ്യാഴാഴ്ച യോഗത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇത്രയും പേർക്ക് ഭയങ്കരമായ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. എങ്ങനെ ഇന്ന് യോഗം നടത്തുമെന്ന് ചിന്തിച്ച സമയം. എന്നാൽ ഞങ്ങൾ യോഗം ആരംഭിച്ച നിമിഷം മുതൽ കാലാവസ്ഥ മാറ്റിത്തന്ന് ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന ആ ദൈവത്തിന് ഞങ്ങൾ 1000 സ്തോത്രം ചെയ്യുകയാണ്. ദാവീ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാഗ്രഹമേ ഉള്ളൂ. സ്വർഗം ഒരു സ്ഥലമാണ്. അത് നിത്യതയോളം ദൈവസന്നിധിയിൽ വസിക്കുന്ന ഒരു കാലമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അവനിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഞങ്ങൾ സ്വർഗത്തിലെത്തും. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ സ്വർഗത്തിലെത്തും. കുഞ്ഞാടിന്റെ ജീവസ്വർഗത്തിൽ പേരുള്ളവർ സ്വർഗത്തിൽ എത്തപ്പെടും. വിശുദ്ധന്മാർ സ്വർഗത്തിലെത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വസിക്കുന്നവർ സ്വർഗത്തിലെത്തപ്പെടുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കേട്ട എല്ലാ നല്ല വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ നടത്തുന്നതോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായ വിനയമായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യക്കാരുടെ ക്ഷമിച്ചതുപോലെ പിതാവായ ദൈവത്തിന്റെ സ്നേഹമേജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധമായ സംബന്ധം, സഹവാസവും കൂട്ടായ്മ, വിശേഷ അടുത്ത വ്യാഴ്ച ഞങ്ങൾ കൂടി വരും വരെയും ഞങ്ങളുടെ ജീവിതകാലമൊക്കെയും കർത്താവിന്റെ 2ാം വരവ് വരെയും എന്നും നാളും ഉണ്ടാകുമാറാകണമേ.